ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ വാഴക്കൂമ്പ് കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു. അതൊരു വാഴക്കൂമ്പ് കിട്ടിയതാണ്, കുറച്ച് ഭാഗം കൊണ്ടാണ് ചമ്മന്തി ഉണ്ടാക്കിയത്. ബാക്കി ഒരു തോരൻ ഉണ്ടാക്കി. തോരൻ ഉണ്ടാക്കുന്നതിനായിട്ട് പൊടിയായിട്ട് കൊത്തിയരിഞ്ഞ വാഴക്കൂമ്പ് ഒരു കടായിയിലേക്കിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വാഴക്കൂമ്പ് വേവിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് വളരെ കുറച്ച് മാത്രം വെള്ളം, ഈ വാഴക്കൂമ്പ് നന്നായിട്ട് മൂത്തതാണെങ്കിൽ വെള്ളം കൂടുതൽ വേണം. ഇത് വളരെ ഇളന്ന വാഴക്കൂമ്പായതുകൊണ്ട് കുറച്ച് വെള്ളം മതി. വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വാഴക്കൂമ്പ് വേവിക്കാനായിട്ട് വെച്ചു. ഇനി അരപ്പിനായിട്ട് തേങ്ങയും മഞ്ഞളും കറിവേപ്പിലയും പച്ചമുളകും, ജീരകത്തിൻ്റെ പൊടിയാണ്, പൊടിയില്ലെങ്കിൽ നല്ല ജീരകം, അത് തോരൻ്റെ പരുവത്തിൽ ചതച്ച് വെക്കണം. അതിനുശേഷം വാഴക്കൂമ്പ് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വാഴക്കൂമ്പ് വേകണം. കുറച്ച് ചെറുപയർ ഉപ്പ് ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കുഴിയുണ്ടാക്കി അതിലേക്ക് വേവിച്ച ചെറുപയർ ചേർക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കണം. അതിനുശേഷം വീണ്ടും നമ്മൾ മുമ്പേ ചെയ്തതുപോലെ ഒരു കുഴി ഉണ്ടാക്കണം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ജലാംശമൊക്കെ കാണും. ആ ജലാംശമെല്ലാം ഈ നടുഭാഗത്തേക്ക് വരും. ഇനി ആ കുഴിയിലേക്ക് നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ അരപ്പ് ചേർക്കണം. അതിനുശേഷം ഇളക്കരുത്, വീണ്ടും തട്ടിപ്പൊത്തണം. അതായത് ഈ അരപ്പിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ വാഴക്കൂമ്പും ചെറുപയറും എല്ലാം കൂടെ ചേർന്ന ആ മിശ്രിതം മുകളിലേക്കാക്കി ഒന്ന് പതിയനെ ഇതെല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ തട്ടിപ്പൊത്തുന്നത് പോലെ വെച്ചിട്ട് വീണ്ടും അടപ്പ് കൊണ്ട് അടയ്ക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. എന്നിട്ട് ഒരു മീഡിയം തീയിൽ 1 മിനിറ്റോ അര മിനിറ്റോ നമ്മുടെ ആ വെള്ളം ഒന്ന് വലിയുന്നിടം വരെ വെക്കണം. അതിനുശേഷം ഇതൊന്നും ചെയ്യേണ്ട, ഒന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ ഒന്നും ഇളക്കി തോർത്തണ്ട. അതിനുശേഷം നമ്മൾ കടുക് വറക്കാനായിട്ട് വേറൊരു പാൻ അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് കടുകും, വേണമെങ്കിൽ ഉഴുന്നുപരിപ്പ് ചേർക്കാം, നല്ലതാണ്, വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കടുക് വറക്കണം. കടുക് വറുത്ത ആ പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന അരപ്പും ചേർത്ത് ആ വേവിച്ച് വെച്ചിരുന്ന പയറും വാഴക്കൂമ്പും എല്ലാം കൂടെ ചേർന്ന ആ കൂട്ട് അതിലേക്ക് ചേർത്ത് ആ എണ്ണയിൽ കിടന്ന് അത് മുരിഞ്ഞു വരണം. അതായത് വെള്ളമൊക്കെ തോർന്ന് തോരൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കണം. സാധാരണ എല്ലാവരും വാഴക്കൂമ്പ് തോരൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പം വെളുത്തുള്ളിയോ ചുമന്നുള്ളിയോ ഒക്കെ ചേർക്കുമായിരിക്കും, പക്ഷെ ആദ്യം കടുക് വറക്കും. അടുത്ത തവണ നിങ്ങൾ വാഴക്കൂമ്പ് തോരനല്ല ഏത് തോരൻ വെച്ചാലും അവസാനം കടുക് വറുത്തൊന്ന് നോക്കൂ. ആ കടുക് വറുത്തതിൻ്റെ രുചി ആ തോരനിൽ എടുത്തു നിൽക്കും. അല്ലെങ്കിൽ വെള്ളമൊക്കെ ചേർന്ന് ആ കടുക് വറുത്തതിൻ്റെ രുചിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഹരേ കൃഷ്ണ.